ഉടൻ തന്നെ നമ്മളോടൊപ്പം അബ്ദുറഹീമിന്റെ ഉമ്മ ഫാത്തിമ കൂടി നമ്മളോടൊപ്പം ചേരും. നമുക്ക് ഉമ്മയുടെ പ്രതികരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നിറകണ്ണുകളോടെയാണ് ഫാത്തിമ ഉമ്മ നമ്മളോടൊപ്പം ചേർന്നത്. പെരുന്നാൾ ദിവസത്തിലും കണ്ണുനീരായിരുന്നു ഫാത്തിമ ഉമ്മയ്ക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ആ മുഖത്ത് ഇപ്പോൾ ഒരു പുഞ്ചിരി കാണാം. ആ പുഞ്ചിരി നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ട്. ഉമ്മ 2 ദിവസം മുമ്പ് സംസാരിച്ചപ്പോൾ ഉമ്മയുടെ മുഖത്ത് കണ്ണുനീരായിരുന്നു. ഇപ്പോഴേ സന്തോഷമാണ്. എന്താണ് പറയാനുള്ളത്? സന്തോഷം തന്നെ. പൈസ ഒക്കെ ഏതാണ്ട് ആയിന്ന് അപ്പൻ്റെ കുട്ടി ഒന്ന് കിട്ടും കാണുന്ന സന്തോഷം ആവിനോടെ ഉള്ളു കിട്ടിയിട്ട്. അപ്പോൾ പൈസ ആയി കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ കുട്ടിയോട് എത്തുന്നുള്ള സന്തോഷം അള്ളാഹു എത്തിച്ച് തരട്ടെ. ഇനി ഏതാണ്ട് 4 കോടി രൂപയും കൂടി ലഭിച്ചാൽ അബ്ദുറഹീമിനെ മോചിപ്പിക്കാൻ ആവശ്യമായ ബ്ലഡ് മണി ആകും. തുടർന്ന് ഈ എംബസിയിൽ ഈ പൈസ അടച്ചാൽ ഉടൻ തന്നെ ഉമ്മയുടെ മകൻ 18 വർഷത്തിന് ശേഷം ഉമ്മയുടെ അടുത്തേക്ക് തിരിച്ചെത്താൻ പോവുകയാണ്. അള്ളാഹു കാട്ടി തരട്ടെ. ആ സന്തോഷമാണ് കാണാനുള്ളത്. അള്ളാഹു കാട്ടി തരട്ടെ. മോനെ കാണട്ടെ. പൈസ കൊണ്ട് എത്തിച്ചു കൊടുക്കണ്ടേ. 4 ലക്ഷം കൂടി എത്തണ്ടേ. അതുകൂടി അള്ളാഹു എത്തിച്ചേട്ടെ. നമ്മുടെ ഈ ആളുകളോടൊക്കെ എന്താണ് പറയാനുള്ളത്? കാരണം സാധാരണക്കാരായ ആളുകൾ, ഈ ലോകത്തുള്ള, കേരളത്തിലുള്ള, ഇന്ത്യയിലുള്ള, വിവിധ രാജ്യങ്ങളിലുള്ള ആളുകളാണ് അബ്ദുറഹീമിനായി 1 രൂപയും 100 രൂപയും അങ്ങനെ കയ്യിലുള്ള പൈസയൊക്കെ നൽകി സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? അവരോടൊക്കെ തന്നെ എൻ്റെ കുട്ടിക്ക് എനിക്ക് വേണ്ടി സജഷനോട് നന്ദി. അള്ളാഹു എല്ലാവർക്കും അവർക്ക് ചെയ്ത് കൊടുക്കട്ടെ. അള്ളാഹു സഹായിക്കട്ടെ എന്ന് തന്നെ പറയാനുണ്ട്. എല്ലാവർക്കും ഇത്രയോ വട്ടം നന്ദി തന്നെ പറയാനുണ്ട്. വേറെ ഒന്നും പറയാനില്ല. എനിക്ക് പകരം കൊടുക്കാൻ കഴിയില്ലല്ലോ. പഠിച്ച റബ്ബർക്കൊക്കെ അതിനുള്ള പകരം കൊടുക്കട്ടെ. കുടുംബത്തിന് എന്താണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് എല്ലാവരോടും? കാരണം ലക്ഷക്കണക്കിന് ആളുകൾ ഈ തത്സമയം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് പറയാനുള്ളത് അവരോടൊക്കെ? എല്ലാവരോടും നന്ദിയും കടപ്പാട് അറിയിക്കുകയാണ്. നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല. നമ്മൾ ഫസ്റ്റിലൊക്കെ 2 കോടി 3 കോടിയായി നിൽക്കുന്ന സമയത്ത് എല്ലാവരും നല്ല ബേജാറിലായിരുന്നു. ഇപ്പോൾ ഏകദേശം 30 കോടിയിൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരോടും നന്ദിയും കടപ്പാടും എല്ലാവരും ദൈവം സഹായിക്കുമെന്നാണ് നമ്മൾ പറയാനുള്ളത്. ഏകദേശം ഈ 4 കോടിൻ്റെ അടുത്തുള്ളൂ. അത് പെട്ടെന്നാവും എന്നുള്ള പ്രതീക്ഷയിലാണ്. എല്ലാവരും നന്ദി കടപ്പാടും അത്രേ നമുക്ക് പറയാനുള്ളൂ. പ്രജിന്, എന്തായാലും ഈ ഫാത്തിമ ഉമ്മയുടെ കണ്ണുനീർ സാധാരണക്കാരായ നന്മ പറ്റാത്ത ആളുകൾ കണ്ടു എന്ന് തന്നെയാണ് പറയാനുള്ളത്. അതുകൊണ്ടാണ് ഇത്രയും വേഗം ഈ 34 കോടിയിലേക്ക് എത്താൻ സാധിച്ചത്. ഇപ്പോൾ ഏതാണ്ട് 30 കോടിയിലേക്ക് ആ ഫണ്ട് എത്തുകയാണ്. ഓരോ നിമിഷവും ആയിരക്കണക്കിന് രൂപയാണ് അക്കൗണ്ടിലേക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വരും മണിക്കൂറിൽ, ഇന്ന് രാത്രിക്ക് മുമ്പ് തന്നെ ആ 34 കോടി എന്ന ആ വലിയ ലക്ഷ്യത്തിലേക്ക് ഏതാണ്ട് വർഷങ്ങൾ നീണ്ട പ്രയത്നത്തിന് ഒരു ഫലം കാണുകയാണ്. കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് നമ്മൾ എത്താം. എന്തായാലും ഇപ്പോൾ പ്രേക്ഷകരെ അറിയിക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. എനിക്ക് പിന്നിൽ കാണാം ഈ ആപ്പിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ. ഇതാണ് സേവ് അബ്ദുൾ റഹീം ആപ്പിൻ്റെ ഹോം പേജ്. ഇതിനകത്ത് കൃത്യമായി തന്നെ തുക രേഖപ്പെടുന്നത് കാണാം. ഓരോ സെക്കൻഡിലും വന്നു നിറയുന്ന ചെറുതും വലുതുമായ തുക, അത് ഇപ്പോൾ 29,85,75,000 രൂപയിലേക്ക് മാറുന്നു. ഓരോ സെക്കൻഡിലും ആ തുക മാറി മാറി വരികയാണ്. നേരത്തെ രാഹുൽ സുരേഷിലേക്ക് ഞാൻ 5 മിനിറ്റ് മുമ്പ് പോകുമ്പോൾ 29,50,00,000 ഇപ്പോൾ നോക്കുക, വളരെ പെട്ടെന്ന് തന്നെ ഒരു 36 ലക്ഷം രൂപ ഈ അക്കൗണ്ടിലേക്ക് വന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രം മാസീവായിട്ടുള്ള ഒരു ക്യാമ്പയിനിങ് ആണ്, ഒരു ഫണ്ട് റേസിംഗ് ക്യാമ്പയിനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള ആൾക്കാർ, അത് മലയാളികൾ മാത്രമല്ല, അതിൽ മനുഷ്യത്വം വറ്റാത്ത എല്ലാവരും ഈ ക്യാമ്പയിൻ്റെ ഭാഗമാവുന്നു. അവർ ചെറുതും വലുതുമായ തുക, അതും താഴെ ഈ ആപ്പിൻ്റെ ഭാഗമായി നമുക്ക് കാണാം. ഓരോരുത്തരുടെയും പേര് സഹിതം, അതായത് ഏത് ദേശത്തു നിന്ന് വരുന്നു, ആ എമൗണ്ട് എത്രയാണെന്നൊക്കെ ഇതിനകത്ത് കാണാം. അപ്പം വളരെ സുതാര്യമായ രീതിയിലാണ് ഈ ഫണ്ട് റേസിംഗ് ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും മുകളിലുള്ള ഇതാണ് ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യം. ഇവിടെ കാണാം 2 ദിവസവും 9 മണിക്കൂറും 30 മിനിറ്റും 20 സെക്കൻഡും മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ആ സമയത്തിനകം തന്നെ നമുക്ക് 34 കോടി എന്ന ആ ബ്ലഡ് മണി നമുക്ക് തയ്യാറാക്കേണ്ടതുണ്ട്. അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അവിടെ ജയിലിൽ കഴിയുകയാണ്, സൗദിയിൽ കഴിയുകയാണ് അബ്ദുൾ റഹീം. ലാസ്റ്റ് ചാൻസ് സേവ് ലൈഫ് നൗ എന്ന ഒരു ഹാഷ്ടാഗോട് കൂടിയാണ് ഈ ഫണ്ട് റേസിംഗ് ക്യാമ്പയിൻ. നോക്കുക, ഒരു 10 ലക്ഷം കൂടി കഴിഞ്ഞാൽ അത് 30 കോടിയിലേക്ക് എത്തുമെന്ന ശുഭകരമായ വാർത്ത ഇപ്പോൾ അറിയിക്കുകയാണ്. ഏതാണ്ട് ഈ ബുള്ളറ്റിൻ ആരംഭിക്കുമ്പോൾ 2 മണിക്ക് ആരംഭിക്കുമ്പോൾ അത് 29 കോടിയായിരുന്നു എങ്കിൽ ഇതാ ഇപ്പോൾ സമയം 2:30 ആവുന്നു. അരമണിക്കൂർ കൊണ്ട് 1 കോടി രൂപ ഈ അക്കൗണ്ടിലേക്ക് എത്തി എന്ന് പറയുകയാണെങ്കിൽ അതൊരു അത്യപൂർവമായ ഒരു ഫണ്ട് റേസിംഗ് ക്യാമ്പയിനായി മാറുകയാണ്. ലോകത്തൊരു പക്ഷേ ഇത്തരം ഫണ്ട് റേസിംഗ് ക്യാമ്പയിൻ വളരെ അപൂർവമായി മാത്രം നടന്നിട്ടുണ്ട് എന്ന് മാത്രമാണ് ഇപ്പോൾ പറയാൻ സാധിക്കുക. ഒപ്പം ഏതൊക്കെ ജില്ലകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഫണ്ട് വന്നത് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതെല്ലാം ഈ സേവ് അബ്ദുൾ റഹീം എന്ന് പറയുന്ന ആപ്പിലുണ്ട്. ഏറ്റവും കൂടുതൽ മലപ്പുറത്ത് നിന്ന് വന്ന തുകയാണ്. അതെത്രയാണെന്നൊക്കെ താഴെ കാണിക്കുന്നുണ്ട്. ഒപ്പം ഓരോരുത്തരും ഏതൊക്കെ ഇടങ്ങളിൽ നിന്നും പൈസ അയക്കുന്നു, അതെല്ലാം കൃത്യമായി വളരെ സുതാര്യമായ ഒരു ഫണ്ട് റേസിംഗ് ക്യാമ്പയിനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അഷർ സ്പൈൻ കോഡ്സിന്റെ പ്രതിനിധി അഷർ തുടരുന്നുണ്ട് സൗദിയിൽ നിന്നും. അഷർ, വളരെ ശുഭകരമായ ഒരു കാര്യം, 30 കോടിയിലേക്ക് ഈ എമൗണ്ട് അടുക്കുകയാണ്. ഇനി കേവലം ഒരു 7 ലക്ഷം രൂപ അല്ലെങ്കിൽ 6 ലക്ഷം രൂപ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് 30 കോടിയിലേക്ക് നമ്മൾ എത്തുകയാണ്. അപ്പോൾ ഈ രാത്രി തന്നെ 34 കോടി എന്ന ആ ബ്ലഡ് മണി തുകയിലേക്ക് നമ്മൾ എത്തും. അപ്പോൾ അബ്ദുൾ റഹീമിന്റെ മോചനം
വരും ദിവസങ്ങളിൽ സാധ്യമാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വാദി ഭാഗവുമാക്കിയുള്ള ഒക്കെയുള്ള ചർച്ച അത് ഇനിയിപ്പോൾ എപ്പോഴായിരിക്കും നടക്കുക? അത്തരം വിശദാംശങ്ങൾ അഷറിന്റെ കയ്യിലുണ്ടോ? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, നമ്മളിപ്പോ കമ്മിറ്റിന്റെ നിർദ്ദേശപ്രകാരം ഈ 30 കോടി ആകുന്ന സമയത്ത് നമ്മൾ ആപ്പ് നിൽക്കും. ഇപ്പൊ നമ്മൾ 29 കോടി 95 ഏകദേശം 5 ലക്ഷം കൂടി കയറി കഴിഞ്ഞാൽ ആപ്പിലെ പേയ്മെന്റ് നിർത്തും. കാരണം എന്താ വെച്ചാൽ കമ്മിറ്റിയുടെ ഇതെന്താന്ന് വെച്ചാൽ നമ്മൾ 34 കോടി കളക്ട് ചെയ്യുന്നതിൽ കൃത്യമായി 34 കോടി മാത്രം നമുക്ക് ഫണ്ട് കളക്ട് ചെയ്താൽ മതി. അതിൽ 1 രൂപ പോലും എക്സ്ട്രാ വേണ്ട എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഡയറക്റ്റ് ആയി വരുന്ന പേയ്മെന്റുകളുമായി ഇത് ഒത്തുനോക്കി അതിൽ കൃത്യമായി നമുക്ക് പിന്നെ ആ തുകക്ക് കുറവുണ്ടെങ്കിൽ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി, അത് ഏകദേശം അതിനുള്ള സമയമൊന്നും നിശ്ചയിച്ചിട്ടില്ല, എന്നാൽ എത്രയും പെട്ടെന്ന് തന്നെ ഇത് അഷർ ആ തുക നമ്മൾ എത്തിയിരിക്കുന്നു. 30 കോടി എന്ന തുകയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. 30 കോടി കടന്നിരിക്കുന്നു. ആ ഫണ്ട് റേസിംഗ് ക്യാമ്പയിലൂടെ നമ്മൾ സമാഹരിച്ച തുക അത് ഈ ആപ്പിൽ ഇപ്പോൾ വ്യക്തവുമാണ്. ആ തുക വന്നുകൊണ്ടിരിക്കും. അഷർ സൂചിപ്പിച്ചതുപോലെ തന്നെ 34 കോടിയിലധികം ഒരു പൈസ പോലും നമുക്ക് അധികമായി വേണ്ടതില്ല എന്ന് ആ ജനകീയ കൂട്ടായ്മയും ഈ കമ്മിറ്റി എല്ലാം തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 30 കോടിയിലേക്ക് എത്തുമ്പോൾ അത് ഏതാണ്ട് സ്റ്റോപ്പ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന്റെ പിറകിലുള്ള പ്രവർത്തനങ്ങൾ ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞു കാണും. നാട്ടിലുള്ള ബാങ്ക് അക്കൗണ്ടുമായി ബാങ്ക് അധികൃതരുമായി സംസാരിച്ചിട്ടൊക്കെ ആയിരിക്കും അതിലൊരു തീരുമാനം ഉണ്ടാവുക. ഇപ്പോഴും ആ ഫണ്ട് റേസിംഗ് നടന്നുകൊണ്ടിരിക്കുക. അഷർ, ഇതിനിപ്പോൾ എങ്ങനെയാണ് സാങ്കേതികമായി ഇതെങ്ങനെയാണ് സാധ്യമാവുക? സാങ്കേതികമായി നിർത്തും. ഇപ്പൊ അവർ പറഞ്ഞിരുന്നു 30 കോടിയാണ്. അപ്പൊ അതിന്റെ പേയ്മെന്റിൽ മാറ്റം ഉണ്ടെങ്കിൽ ഇപ്പൊ നിർദ്ദേശം കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നിർത്തും. അത് നിർത്തി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബാങ്ക് അക്കൗണ്ടുമായി കൃത്യമായി അത് നോക്കി പിന്നെ തുക കറക്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്തില്ലെങ്കിൽ അത് ബാക്കി പ്രൊസീഡ് ചെയ്യുന്നതാണ് നമുക്ക് പിന്നെ കിട്ടിയ നിർദ്ദേശം. നിരന്തരമായി നാട്ടിലെ ഈ ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ ബാങ്ക് അധികൃതരുമായി നിങ്ങൾ ബന്ധപ്പെടുന്നുണ്ടല്ലോ അല്ലേ? നിരന്തരമായി പിന്നെ ബാങ്കുമായി നമ്മൾ ബന്ധപ്പെടുന്നുണ്ട്. കൃത്യമായി ബാങ്കുകൾ നല്ലപോലെ സഹകരിക്കുന്നുണ്ട്. അവർ അവരുടെ സഹകരണത്തിൽ ഇതാണ്. കാരണം ഒരു മിനിറ്റ് പോലും UPI ഡൗൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ലക്ഷക്കണക്കിന് രൂപയാണ് ഇതിൽ കയറാതെ പോവുക. ഒരു സെക്കൻഡ് പോലും ഡിലേ വരാൻ പാടില്ല. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് മോണിറ്റർ സർവൈലൻസ് ടീമുണ്ട്. ഈ ടീമിൽ ഏതെങ്കിലും ഒരു എറർ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ അക്കൗണ്ട് മാറ്റി കൊടുക്കും, ബാങ്ക് അക്കൗണ്ട് മാറ്റി കൊടുക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇപ്പോ ഫെഡറൽ ബാങ്കിന്റെ സെർവർ ഡൗൺ ആണെങ്കിൽ കൃത്യമായി ICICIന്റെ നമ്മൾ ഉപയോഗിക്കും, തിരിച്ചും അതുപോലെ തന്നെ. അങ്ങനെ മറ്റ് ബാങ്കുകളെ കൃത്യമായി മാനേജ് ചെയ്യാനുള്ള ഒരു ടീം വർക്കിന്റെ ഇതാണ് മറ്റുള്ളവർക്ക് ഇത് തടസ്സമില്ലാതെ പേയ്മെന്റ് മാക്സിമം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള ഈ ഒരു റിസൾട്ട് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആളുകൾക്ക് സംശയങ്ങളുണ്ട്, പേയ്മെന്റ് അടക്കുന്നതിന് സംശയങ്ങളുണ്ട്, ഇത് ജെന്യൂനിറ്റിയിൽ സംശയങ്ങളുണ്ട്. അതിനൊക്കെ കൃത്യമായി ഒരു ടീം തന്നെ ഇരുന്നിട്ട് വാട്സപ്പ് മുഖാന്തരം അതുപോലെ തന്നെ ഫോൺ മുഖാന്തരമൊക്കെ അവർക്ക് റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ കൃത്യമായി അഡ്രസ് ചെയ്യുന്നതുകൊണ്ടാണ് അവർ ഹാപ്പി ആയിട്ട് ഇതിൽ പേയ്മെന്റ് ചെയ്യുന്നത്. ശരി അഷർ, തുടരുക. എന്തായാലും വളരെ പ്രധാനപ്പെട്ട, വളരെ ആശ്വാസകരമായ, സന്തോഷം നൽകുന്ന വാർത്ത വന്നുകൊണ്ടിരിക്കുന്ന ഈ സ്ക്രീനിലേക്ക് പ്രേക്ഷകർ നോക്കുക. അരമണിക്കൂർ കൊണ്ട് ഉണ്ടായത് 1 കോടിയിലധികം രൂപയാണ് ഈ അക്കൗണ്ടിലേക്ക്. നമ്മൾ ഈ വാർത്താ ബുള്ളറ്റിൻ ആരംഭിക്കുന്നത് 2 മണിക്കാണ്. ആ സമയത്ത് 29 കോടിയിലേക്ക് തുക എത്തി എന്ന ഒരു വാർത്ത അന്ന് ആ സമയത്ത് നമ്മൾ പറയുന്നു. അങ്ങനെ അരമണിക്കൂർ പിന്നിടുന്നു. 2:35 ആവുമ്പോൾ 35 മിനിറ്റ് കൊണ്ട് മലയാളികൾ കൈയഴിച്ച് സഹായിച്ച് ഈ അക്കൗണ്ടിലേക്ക് എത്തിയത് 1 കോടിയിലധികം രൂപയാണ് എന്ന് പറയുമ്പോൾ അത് ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇത് അത്യപൂർവങ്ങളിൽ അപൂർവമായ ഒരു ഫണ്ട് റേസിംഗ് ക്യാമ്പയിനായി മാറുകയാണ്. അബ്ദുൾ റഹീം എന്ന കോഴിക്കോട്ടുകാരൻ്റെ മോചനത്തിനായി, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് സൗദിയിലെ ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിനായി, അദ്ദേഹത്തിൻ്റെ മോചനത്തിനായി ഒന്നടങ്കം മലയാളികൾ മുന്നോട്ട് വരുന്നു. ആ സഹായ മനസ്കത കാണിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നു. ചെറുതും വലുതുമായ തുക ഇപ്പോഴും ആ അക്കൗണ്ടിലേക്ക് വന്ന് നിറയുകയാണ്. പലരും ഈ കൂൾ ഓഫ് ടൈമിനെ കുറിച്ചുള്ള പരാതികൾ പറയുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചു തന്നെയാണ്, ഒരുപാട് പേർ ഒരേ സമയത്ത് അക്കൗണ്ടിലേക്ക് പണം അയക്കാൻ ശ്രമിക്കുമ്പോഴുള്ള ഒരു പ്രശ്നം മാത്രമാണത്. പക്ഷേ ഏറ്റവും ശുഭകരമായ വാർത്ത വരും മണിക്കൂറുകളിൽ ഉണ്ടാവും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇതാ ആ തുക ഏതാണ്ട് 30 കോടിയും കടന്ന് 31 കോടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ നമുക്ക് ആവശ്യമുണ്ട്. ഈ വിവരം കോഴിക്കോടുള്ള അബ്ദുൾ റഹീമിന്റെ കുടുംബത്തെ അറിയിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ സൗദിയിൽ എങ്ങനെയാണ് ജനകീയ കൂട്ടായ്മ ഇനിയുള്ള നടപടിക്രമങ്ങളിലേക്ക് പോവുക എന്നതുകൂടി അറിയേണ്ടതുണ്ട്. ആ വാർത്തയിലേക്കെല്ലാം തിരികെ എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.